കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് പ്രോൺസ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, വളരെ നന്നായിട്ട് കുക്കിങ്ങിൻ്റെ ഒരു മൂഡ് കയറുമ്പോഴേക്കും ഞാൻ അതുപോലെ ഇങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പ്രോൺസ് ബിരിയാണി എടുത്ത് ഇടാം. നമുക്ക് സാലഡ് ഉണ്ട്. ഇത് ഞാൻ ഗ്രീക്ക് യോഗട്ടിൽ ആണ് കേട്ടോ ഈ സാലഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലുള്ളത് ക്യാരറ്റ് ഉണ്ട്, ഓണിയൻസ് ഉണ്ട്, പച്ചമുളക്, തക്കാളി, പിന്നെ ഉപ്പും കുരുമുളകും ഇട്ട് എടുത്തതാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇതുണ്ട് കേട്ടോ, വേപ്പല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിടും. പിന്നെ ഗ്രീക്ക് യോഗട്ടിലായതുകൊണ്ട് ഇതിനൊരു നല്ലൊരു ഹെൽത്തി ഫോമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാലഡ് കുറച്ച് അധികം എടുത്ത് നമ്മുടെ പ്ലേറ്റിൽ ചെയ്തിട്ടിട്ടുണ്ട്. ഇതാ, പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്, പിക്കിൾ ചെയ്ത കുറച്ച് കുക്കുംബറാണ്. ക്ലാസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ 2-3 പീസ് കുക്കുംബറും കൂടെ നമ്മൾ ഇതുപോലെ പിക്കിൾ ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ പിക്കിൾ ചെയ്ത ഈ മുളകും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അതും എടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. സാധാരണ എല്ലാവരും ഉച്ചയൂണ് എന്നൊക്കെ പറഞ്ഞ് ചോറും കറിയൊക്കെ കൂട്ടുമ്പോൾ ഞാൻ പൊതുവെ ചോറ് അധികം കഴിക്കാത്ത ഒരാളാണ്. പണ്ടേ എനിക്ക് എന്തോ ഇഷ്ടമല്ല കേട്ടോ, ഡയറ്റിങ്ങും കാര്യങ്ങളുമായിട്ടൊന്നുമല്ല, പണ്ടേ എനിക്ക് ചോറ് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് പക്ഷേ ബിരിയാണി ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളിതായതുപോലെ സ്വന്തമായി ബിരിയാണിയും ഉണ്ടാക്കി, ബിരിയാണിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡും അതുപോലെ കുറച്ച് പിക്കിൾഡ് വെജീസ്. ഇതിപ്പോൾ കുക്കുംബർ മാത്രമേ ഉള്ളൂ കേട്ടോ. പിക്കിൾഡ് കുക്കുംബറുമായിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് കഴിച്ചാലോ. അതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഞാനൊരു ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ വരുന്നത് വാട്ടർ മെലണും ലൈമും മാത്രമാണ് കേട്ടോ, ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ചെറുതായിട്ട് ഇച്ചിരി വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഭയങ്കര ഹെൽത്തിയാണ്, കഴിക്കുമ്പോൾ നല്ല റിഫ്രഷിങ്ങുമാണ്. നമുക്കിപ്പോൾ പൊതുവേ നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കഴിച്ചു നോക്കിയാലോ. ഞാൻ ആദ്യം ഒരു പ്രോൺസിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് റൈസും കുറച്ചധികം സാലഡും എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ എന്തായാലും പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പി ഇന്നല്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഈ ബിരിയാണി കഴിക്കുമ്പോൾ ഈ സാലഡും ഇതും കൂടി കൂട്ടി കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പിക്കിൾഡ് വെജീസും കൂടി ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ 1-2-3 പ്രാവശ്യം ചവച്ചിട്ട് പിക്കിൾഡ് വെജീസ് എന്താണെന്ന് വെച്ചാൽ എടുക്കുക. ഇറ്റ് ഈസ് ഗുഡ്. അതുപോലെ തന്നെ മുളക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് പിക്കിൾ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കൂടെ ഇടുന്ന മുളകാണ് കേട്ടോ. ഇത് നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ കുറച്ചെടുക്കാവുന്നേ ഉള്ളൂ. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. നമുക്ക് ആ വായിൽ പുകയുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പിക്കിൾഡ് വെജി ആയതുകൊണ്ട്. എന്നിട്ട് ആ ഒരു പിക്കിൾ ടേസ്റ്റും എല്ലാം ഉണ്ടാവും. നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെങ്കിലും ചില ദിവസം നമുക്കങ്ങനെയല്ലേ, ചില ദിവസം എനിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും, ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കും, അത് ഞാൻ തന്നെ കഴിക്കും, ഞാൻ തന്നെ എന്നെ പുകഴ്ത്തും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതുപോലെ ബിരിയാണി, റൈസ്, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലും ഉണ്ടാക്കാനും ഇഷ്ടം. പൊതുവേ ചോറ്, കറി അങ്ങനത്തെ സാധനങ്ങളോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഉണ്ടാക്കും, മിക്ക ദിവസം ഉണ്ടാക്കും, കാരണം എൻ്റെ മോക്കും ഹസ്ബൻഡിനും അതാണ് ഇഷ്ടം. പക്ഷേ ഞാൻ കൂടുതലും ചോറ് കഴിക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാനിങ്ങനെ ചെറുതായിട്ട് എപ്പോഴും എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഞാൻ എന്നും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഒരു സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾക്ക് ഇഷ്ടമുള്ളതും കൂടി നമ്മളെപ്പോഴും ചെയ്യണം. എല്ലാവർക്കും ഒരു ലൈഫല്ലേ ഉള്ളൂ. അതുപോലെ അപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്ലേറ്റ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റ് ഞാൻ വാങ്ങിച്ചത് തന്നെ ഒരു ഹെൽത്തി ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാട്ടോ. കുറച്ച് ചോറ്, അതായത് ഇപ്പോൾ ചോറല്ല, നമ്മളിപ്പോൾ കഴിച്ചത് പ്രോൺസ് ബിരിയാണിയാണ്. പിന്നെ ഒരുപാട് സാലഡ് ഉണ്ടായിരുന്നു, അതിലും കുറേ വെജീസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ക്യാരറ്റ്, ടൊമാറ്റോ, ഓണിയൻ, ചില്ലി, മിൻറ്റ് ലീവ്സ്, പിന്നെ നമ്മുടെ വേപ്പില എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ അതിൽ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്തത് ഗ്രീക്ക് യോഗട്ടാണ്.
അപ്പോൾ അത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. പിന്നെ ഞാൻ പിക്കിൾഡ് കുക്കുംബറും അതുപോലെ തന്നെ പിക്കിൾഡ് ചില്ലീസും കഴിച്ചിട്ടുണ്ടായിരുന്നു, അതും നല്ലതാണ്. പിന്നെ അതിലുള്ള വിനാഗിരിയൊക്കെ നമുക്ക് ഹെൽത്തി ആണ്, നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇതുപോലത്തെ കുറച്ചൊന്ന് ഹെവി ആയിട്ടുള്ള മീലൊക്കെ കഴിക്കുമ്പോഴേക്കും നമ്മളൊരു ഹെൽത്തി വേർഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വളരെ ഹാപ്പിയാണ്. എൻ്റെ പ്ലേറ്റ് കണ്ടാൽ തന്നെ അറിയാമല്ലോ. പിന്നെ ഇനി ഞാൻ കാണിച്ചു തരാനുള്ളത്, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യാനുള്ളൊരു മൂഡിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ജ്യൂസും കൂടി ഉണ്ടാക്കിയായിരുന്നു. നമുക്കിവിടെ വാട്ടർമെലൺ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വാട്ടർമെലൺ വെറുതെ ഒരു ജ്യൂസ് ഉണ്ടാക്കാതെ വാട്ടർമെലണും പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസും കൂടി, അതായത് ലെമൺ ജ്യൂസും വാട്ടർമെലണും കൂടി മിക്സിയിലിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചുള്ളൂ, ഒരു 1/4 കപ്പ് വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ വാട്ടർമെലണിലെ വാട്ടർ കണ്ടൻറ്റ് വന്നോളൂല്ലോ. എന്നിട്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാനത് ഒന്ന് അരിച്ചെടുത്തതാണ് ഈ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ വാട്ടർമെലൻ്റെ ആ ഒറിജിനലി ഉള്ള ഒരു മധുരവും അതുപോലെ തന്നെ നാരങ്ങയുടെ പുളിയും കൂടി ആകുമ്പോൾ നല്ലൊരു ഹെൽത്തി വേർഷൻ തന്നെയാണ് കേട്ടോ. നമ്മളൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ നല്ലതാണ്. ഷുഗർ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തി ജ്യൂസാണ്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് കുടിച്ച് നോക്കിയാലോ. കൊള്ളാം, ഒരു റിഫ്രഷിങ്. വാട്ടർമെലൺ ഓൾമോസ്റ്റ് എന്തായാലും നല്ല ഹൈഡ്രേഷന് വേണ്ടി എല്ലാവരും സമ്മറിലൊക്കെ കഴിക്കുന്ന വാട്ടർമെലൺ ആണ്. അതിൻ്റെ കൂടെ ആ നാരങ്ങയുടെ ചെറിയൊരു പുളിയും കൂടി വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.